ഒരുപാട് ആളുകൾക്ക് രാവിലെ എണീറ്റാൽ ഉന്മേഷം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കിൽ സംഭവിക്കുന്ന ഒരു തകരാറാണ്. നമ്മുടെ വാൾ ക്ലോക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വരെ നമ്മൾ അത് കൃത്യമായിട്ട് അത് റിപ്പയർ ചെയ്യും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ക്ലോക്കിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ട് റിപ്പയർ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ അതിന് റിപ്പയർ എങ്ങനെ ചെയ്യാം എന്ന് നമ്മളിന്ന് നോക്കുകയാണ്. അതിന് നമ്മൾ പ്രധാനമായി നോക്കേണ്ട 2 ഹോർമോണുകളുണ്ട്. ഈ സർക്കാഡിയൻ റിതമുമായി ബന്ധപ്പെട്ട കോർട്ടിസോളും മെലാറ്റോണിനും എന്ന് പറയുന്ന ഹോർമോണുകൾ. ആദ്യം നമുക്ക് കോർട്ടിസോളിൽ തന്നെ തുടങ്ങാം. കോർട്ടിസോളിനെ നമ്മൾ പൊതുവെ സ്ട്രെസ് ഹോർമോണെന്നും വില്ലനായിട്ടുള്ളൊരു ഹോർമോണായിട്ടൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനെ നമ്മൾ ശരിക്കും വിളിക്കേണ്ട ഒരു പേരുണ്ട്, അതാണ് എനർജി ഹോർമോൺ. കാരണം ഇതിൻ്റെ ഉൽപ്പാദനം കൃത്യമായി നടന്നില്ലെങ്കിൽ നമുക്ക് എനർജി ഇല്ലാതെ, ഉന്മേഷമില്ലാതെ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം കൃത്യമായി നടക്കാത്തത് കാരണം പല ആളുകൾക്കും ഒരു ക്ഷീണം തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ ഉൽപ്പാദനത്തിനായി ചില ഹാബിറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്നാമത്തേത് സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതാണ്. ശരീരത്തിലേക്ക് പ്രകാശം തട്ടുന്നത് കൊണ്ടല്ല കേട്ടോ, പക്ഷേ സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇത് പിന്നെ നമ്മുടെ ബ്രെയിനിനെ സിഗ്നൽ ചെയ്ത് പിന്നെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ പ്രകാരം ശരീരത്തിൽ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ബ്രൈറ്റായ ലൈറ്റിലേക്ക് കഴിയുന്നത് നോക്കാൻ നോക്കുക എന്ന് കരുതി വീട്ടിലെ റൂമിലെ ലൈറ്റ് ഓൺ ആക്കിയതുകൊണ്ട് കാര്യമില്ലാത്തത്തോളം ബ്രൈറ്റ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ സൺലൈറ്റിലേക്ക് ഡയറക്റ്റായി നോക്കാനുമല്ല, നിങ്ങളുടെ കണ്ണിന് ഡാമേജ് വരാത്ത രീതിയിൽ നിങ്ങൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോവുക. ഈ നാച്ചുറൽ ലൈറ്റാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കഴിയുന്നത് അതിലേക്ക് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി എക്സസൈസ് ആണ് അടുത്തത്. എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ട്രെസ്സ് പോലെ തോന്നുകയും കോർട്ടിസോൾ ഹോർമോണിൻ്റെ ഉൽപ്പാദനം തുടങ്ങുകയും ചെയ്യും. പിന്നെ മറ്റൊന്നാണ് കോൾഡ് വാട്ടർ ബാത്ത്. രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് സ്ട്രെസ്സാണ്. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ച് ശീലമില്ലാത്ത ആളാണെങ്കിൽ തുടക്കത്തിൽ ഒരു ന്യൂട്രൽ വെള്ളത്തിൽ കുളിച്ചിട്ട് പതിയെ അഡാപ്റ്റ് ആകുമ്പോൾ മാത്രം തണുത്ത വെള്ളത്തിലേക്ക് പോയാൽ മതി. ഇനി മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പറ്റി സംസാരിക്കാം. ഈ ഹോർമോണിനെ നമ്മൾ ഉറക്കത്തിൻ്റെ ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. കാരണം രാത്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്, ഉറക്കത്തിനെ സഹായിക്കുന്നതാണൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിനെ മറ്റൊരു പ്രധാനപ്പെട്ട പേരിട്ടാണ് വിളിക്കേണ്ടത്, അതാണ് റെസ്റ്റ് ആൻഡ് റിപ്പയർ ഹോർമോൺ. കാരണം ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൃത്യമായ റെസ്റ്റും റിലാക്സേഷനും ശരീരത്തിൽ റിപ്പയറിങ്ങും നടക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഉന്മേഷം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി സ്ലീപ്പിന് സത്യം പറഞ്ഞാൽ ഇത് ആവശ്യമാണ്. പക്ഷേ രാത്രി 12 മണി വരെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും മറ്റ് ഗാഡ്ജറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്വാളിറ്റി സ്ലീപ്പ് വേണം, നല്ല പ്രൊഡക്ടിവിറ്റി വേണം, നല്ല ഉന്മേഷം അടുത്ത ദിവസം വേണമെന്ന് ചിന്തിക്കുന്നത് ആനമണ്ടത്തരാണ്. കാരണം ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഇരുട്ടാവുന്ന സമയത്താണ്. എന്ന് കരുതി നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കി ഉടനെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ അല്ല ഇത്. പൊതുവെ ഇരുട്ടായി തുടങ്ങിയിട്ട് പതിയെ നമ്മുടെ തലച്ചോറിലെ പിനിയൽ ഗ്ലാൻഡിന് ഇതൊരു സിഗ്നൽ കിട്ടും ഇരുട്ടായി എന്നുള്ളത്. എന്നിട്ട് വളരെ പതുക്കെ ഉൽപ്പാദനം തുടങ്ങി ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും പീക്ക് ലെവലിൽ എത്തുന്ന ഒരു സെക്രീഷനാണ് ഇതിൻ്റെത്. അപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ പൂർവികന്മാർക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടാനുള്ള ഒരു കാരണം ഇതായിരുന്നു. കാരണം അവർ വലിയ തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റുകളൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷെ നമ്മൾ 1 മണി ആയാൽ പോലും നമുക്ക് ഉറക്കം കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം മാറ്റി വെക്കാൻ വേണ്ടി ചില ഹാബിറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഒന്നാമത്തേതാണ് ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂറെങ്കിലും മുമ്പായിട്ട് നിങ്ങൾ ലൈറ്റ് ഡിമ്മ് ചെയ്യുകയോ ലൈറ്റ് ഓഫ് ആക്കാനോ ശ്രമിക്കുക. ഇനി ഒരിക്കലും പറ്റാത്ത അവസ്ഥയാണ്, അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മുമ്പ് ലൈറ്റ് ഡിമ്മാക്കുക എന്നുള്ളതാണ്. എന്നാൽ പോലും നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ചില ഹാബിറ്റുകൾ ഈ മെലാറ്റോണിൻ ഉൽപ്പാദനത്തിനെ തടസ്സപ്പെടുത്തും. ഒന്നാമത്തേത് ഈവനിങ് വൈകിട്ട് ചായ കുടിക്കുന്നത്, രണ്ടാമത്തേത് നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത്, മൂന്നാമത്തേത് നിങ്ങൾ നേരം വൈകി ഭക്ഷണം കഴിക്കുന്നത്, നാലാമത്തേത് ഇൻറ്റൻസ് എക്സസൈസ് നിങ്ങൾ ഈവനിങ് ചെയ്യുന്നത്. എക്സസൈസ് മൈൽഡായി ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യുന്നതും മെലാറ്റോണിൻ പ്രൊഡക്ഷനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് മെലാറ്റോണിനെയും കോർട്ടിസോളിനെയും പറ്റി പഠിച്ചല്ലോ. ഇത് നിങ്ങളുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.